UDF കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്ത? കോട്ടയത്ത് നിന്ന് ജോസി ബാബുവിനെ വേണം. കേരള കോൺഗ്രസ് എന്ന പാർട്ടി എവിടെ, മാണി ഗ്രൂപ്പ് എന്ന പാർട്ടി എവിടെ എന്ന കാര്യം അന്വേഷിക്കേണ്ടതുണ്ട്. 1997 വോട്ടുകൾക്ക് ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനെ പിന്നിലാക്കി UDF സ്ഥാനാർത്ഥി മുന്നിൽ നിൽക്കുന്നു. പാലായിലും UDF ആണ് മുന്നിൽ നിൽക്കുന്നതാണ് നമ്മുടെ അവസാനത്തെ അപ്ഡേറ്റ്. അപ്പോൾ എവിടെയെങ്കിലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നുണ്ടോ എന്ന കാര്യം നമുക്കിപ്പോൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഒരു പാർട്ടിയുടെ അതിജീവനത്തിന്റെ പ്രശ്നമാണ്, അത് വേഗം അന്വേഷിക്കേണ്ട കാര്യമാണ്. ഒപ്പം ഇപ്പൊ ആലപ്പുഴയിൽ നിന്ന് ഫൈസൽ അസീസുണ്ട്. ഫൈസൽ, ചേർത്തലയിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രസാദിന് എന്ത് പറ്റി? ചേർത്തലയിൽ 334 വോട്ടുകൾക്കാണ് പി പ്രസാദ് പിന്നിലായിരിക്കുന്നത്. KR രാജേന്ദ്ര പ്രസാദ്, UDF സ്ഥാനാർത്ഥി KR രാജേന്ദ്ര പ്രസാദ് ആണ് ഇപ്പോൾ 334 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നത്. അതായത് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ SNDP സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം വോട്ടുകളൊക്കെ നിർണായകമാണ്. അദ്ദേഹം നേരത്തെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിച്ച ആളായിരുന്നു ഈ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹം ഈ ചേർത്തലയിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ചേർത്തലയിലെ ജനങ്ങൾക്ക് ഏറ്റവും അദ്ദേഹം അറിയപ്പെടുന്ന ഒരു നേതാവ് കൂടിയാണ് ഈ രാജേന്ദ്ര പ്രസാദ്. അതുകൊണ്ട് തന്നെ ഇനി അറിയാനുള്ള സാധ്യത കൂടിയുണ്ട്. ചേർത്തല ഇപ്പോൾ 1ാം റൗണ്ട് പൂർത്തിയായിട്ടുള്ളൂ. 1ാം റൗണ്ട് പൂർത്തിയാകുമ്പോഴേക്കാണ് 334 വോട്ടുകൾക്ക് ഇപ്പോൾ രാജേന്ദ്ര പ്രസാദ് മുന്നിട്ടിരിക്കുന്നത്. ഇനി മറ്റ് റൗണ്ടുകളൊക്കെ ബാക്കിയുണ്ട്. അവിടെ എന്താണ് സംഭവിക്കുന്നത് കാണേണ്ടത് തന്നെയാണ്. ശരി, പൂഞ്ഞാറിലും റാന്നിയിലും കാഞ്ഞിരപ്പള്ളിയിലും മാണി ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രധാനികളെല്ലാം പിന്നിലാണ് എന്ന് കാണാം. പാലായിലും ഇടുക്കിയിലും, പാലായിൽ ജോസ് കെ മാണി പിന്നിലാണ്, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും പിന്നിലാണ്. പൂഞ്ഞാറിലും റാന്നിയിലും കാഞ്ഞിരപ്പള്ളിയിൽ N ജയരാജാണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം സീനിയർ ലീഡറാണ്, അത് കാണാം. അപ്പോൾ പ്രധാനപ്പെട്ട 2 സ്ഥാനാർത്ഥി. തുടർച്ചയായ തോൽവിയാണോ ജോസ് കെ മാണിയെ കാത്തിരിക്കുന്നത്? റോഷി അഗസ്റ്റിനെ ഇത്തവണ തോൽവി കാത്തിരിക്കുകയാണോ? 5 തവണ ഇടുക്കിയിൽ നിന്ന് ജനവിധി നേടി MLA പദവിയിലെത്തിയ റോഷി അഗസ്റ്റിന് ഇത്തവണ തോൽക്കാൻ പോവുകയാണോ? എന്തായാലും ഈ വികാരം ഒരു ക്ലീൻ സ്വീപ്പാണ്. 93 സീറ്റിൽ ലീഡ് ചെയ്യുന്നു, ചെറിയ കാര്യമല്ല. 1ാം പിണറായി വിജയൻ സർക്കാരിനേക്കാൾ കൂടുതൽ നമ്പറിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 43-93, 50 വോട്ടിന്റെ വ്യത്യാസത്തിൽ UDFന്റെ സുനാമി ആഞ്ഞടിക്കുന്ന കാഴ്ച കാണുന്നു. പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി BJP 1-ലധികം സീറ്റുകൾ വിജയമുറപ്പിക്കാൻ പോവുകയാണോ എന്നതാണ് നാം ഉറ്റുനോക്കുന്ന കാര്യം. VD സതീശന്റെ ടീം 93ലേക്ക് എത്തിയിരിക്കുന്നു. അതേസമയം ക്യാപ്റ്റന്റെ കപ്പൽ ആടി ഉലയുകയാണ്. 43 സീറ്റിൽ മാത്രമേ അതിനിപ്പോൾ സാന്നിധ്യം അറിയിക്കാൻ കഴിയുന്നുള്ളൂ എന്നാണ്